കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ ഇതിനിടയിൽ വന്നുവെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയുമാണ് കാണുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് നമ്മുടെ ചൂരൽമല മുണ്ടക്കയിൽ ഉണ്ടായിട്ടുള്ളത്. ദുരന്തബാധിതരായ ആളുകൾക്ക് മാതൃകാപരമായ ടൗൺഷിപ്പ് നേരത്തെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നമ്മുടെ എല്ലാം മുമ്പിൽ അനുഭവമായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അങ്ങേയറ്റം നിഷേധപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഒരു നയാ പൈസ പോലും ഈ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി നൽകാതെ ശത്രുതാപരമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. എന്നാൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനം സാക്ഷാത്കരിക്കപ്പെടുന്ന രൂപത്തിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമം നടത്തി. കോടതിയിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അനുകൂലമായ വിധി സമ്പാദിച്ചു. ഇന്നലെ ഈ വിധി വന്നു, രാവിലെ വിധി വന്നു. വൈകുന്നേരത്തോടുകൂടി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് രാത്രിയോടുകൂടി വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു. രാവിലെയാകുമ്പോഴത്തേക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. അങ്ങനെ ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് ദുരന്തബാധിതരുടെ പുനരധിവാസത്തെ കാണുന്നത് എന്നതിന്റെ ഉദാഹരണമായിട്ടാണ്, തെളിവായിട്ടാണ് ഈ നിലയിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ കാര്യം എടുത്തതിന് നമുക്ക് സമീപിക്കാൻ കഴിയുക. തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ദുരന്തബാധിതർക്ക് ഈ ടൗൺഷിപ്പ് കൈമാറാൻ വേണ്ടി കഴിയുമെന്ന പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ CPIM അഭിവാദ്യം ചെയ്യുകയാണ്.